ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥില മിസ് ആണ്. നാളെയാണ് അങ്ങനെ നമ്മുടെ കെമിസ്ട്രി പരീക്ഷ അല്ലേ. കെമിസ്ട്രി പരീക്ഷ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഫിസിക്സ് പരീക്ഷയുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും കുറേയൊക്കെ ടെൻഷനിലായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി തിയറിയൊക്കെ പഠിച്ചൊക്കെ മറന്നു പോയെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ പഠിച്ചതൊക്കെ ഒന്നും കൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഈ തമ്മിൽ പറയുന്നത് പോലെ തന്നെ ഈ ചോദ്യങ്ങൾ വന്നാൽ, ചില ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളുടെ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ആ ചോദ്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻസ് ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് പോകാനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്കിതിനെ സമീകരിക്കണം. ആദ്യം നമുക്കിതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്ക് അതിന് ശേഷം നോക്കാം അല്ലേ. ഓക്കെ, അപ്പം മക്കളെ, എങ്ങനെയാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുക? ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മാറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം അല്ലേ. അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം ഒരേപോലെ ആക്കണം. ഇതാണ് നമ്മുടെ ജോലി. ഇപ്പം നോക്കിക്കേ, ഇടതുവശത്ത് നമ്മുടെ കയ്യിൽ 2 നൈട്രജൻ ഉണ്ട്. എന്നാൽ വലതുവശത്ത് എത്ര നൈട്രജനേ ഉള്ളൂ? 1 നൈട്രജനേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കേ, ഈക്വൽ ആക്കണ്ടേ. ഇടതുവശത്ത് 2 ഉണ്ട്, വലതുവശത്ത് 1 ഉള്ളടാ. അപ്പം നമുക്കതിനെ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക? 1നെ 2 ആക്കാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ അഡീഷൻ ഇല്ല, നമുക്ക് ഗുണിക്കാൻ മാത്രമേ സാധിക്കൂ, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1നെ 2 ആക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇപ്പം നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലും 2 നൈട്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിലും 2 നൈട്രജൻ ഉണ്ട്. നൈട്രജൻ്റെ എണ്ണം ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ അടുത്തേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് 2 ഹൈഡ്രജനേ ഉള്ളൂ, പക്ഷെ വലതുവശത്ത് നോക്കിക്കേ, 2ഉം 3ഉം 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ഇവിടെ 2ഉം ഇവിടെ 6ഉമാണ്. അങ്ങനെ പറ്റില്ല, 2 സ്ഥലത്തും ഈക്വൽ ആക്കണം. അപ്പം ഇവിടെ 2 ഉള്ളൂ എങ്കിൽ ഈ 2നെ നമുക്ക് 6 ആക്കണം. 2നെ 6 ആക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 2 3 6 ആണ്. അപ്പം 2നെ 6 ആക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പം നോക്കിക്കേ, 3ഉം 2ഉം 6 ഹൈഡ്രജൻ, 3ഉം 2ഉം 6 ഹൈഡ്രജൻ. നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി, നമ്മുടെ ഇക്വേഷൻ സമീകരിക്കപ്പെട്ടു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നാളെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, find out the total number of atoms of the same type in both reactants and products. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും, അതായത് അഭികാരകങ്ങളിലെയും ഉൽപ്പന്നങ്ങളിലെയും ഒരേ ഇനത്തിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി ഈസായിട്ട് കണക്കാക്കാം അല്ലേ. നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ 2 നൈട്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിലും 2 നൈട്രജൻ ആണ്. അപ്പോൾ 2 നൈട്രജൻ, 2 റിയാക്റ്റൻ്റ് ഉണ്ട് അല്ലെ. പ്രോഡക്റ്റ് സൈഡിലും 2 നൈട്രജൻ ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? റിയാക്റ്റൻറ്റ് സൈഡിൽ 6 ഹൈഡ്രജനും പ്രോഡക്റ്റ് സൈഡിലും 6 ഹൈഡ്രജൻ ആണ്. ഈക്വൽ എണ്ണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താ മക്കളെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യം. 56 ഗ്രാം നൈട്രജൻ 12 ഗ്രാം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. എത്ര അമോണിയ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തണം. അതായത് 56 ഗ്രാം നൈട്രജൻ 12 ഗ്രാം അമോണിയയുമായിട്ട് പൂർണ്ണമായിട്ട് സംയോജിക്കുന്നുവെങ്കിൽ അമോണിയയുടെ മാസ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നമുക്കിതിനെ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മാസ് സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്? റിയാക്റ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈക്വൽ ആയിരിക്കും. ഒരു രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ കെമിക്കൽ റിയാക്ഷനും നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ആളെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത്, ഇവിടുത്തെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകം എന്നാണ് ഞാൻ ആറിട്ടിട്ടുള്ളത്. ആരാണ് ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്? നൈട്രജനും അതേപോലെ തന്നെ ഹൈഡ്രജനുമാണ് അല്ലേ. ആരൊക്കെ തമ്മിലാണോ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്, ആരൊക്കെ തമ്മിലാണോ പരസ്പരം റിയാക്ട് ചെയ്യുന്നത്, അവരാണ് റിയാക്റ്റൻ്റ്. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ഒന്നിച്ചാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ നൈട്രജനും ഹൈഡ്രജനുമാണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചത് എന്താ? നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും മാസ് കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റിൻ്റെ മാസ് അല്ലേ. ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാ?
അമോണിയ ആണ് അല്ലെ. പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നം എന്ന് പറയുന്നത് അമോണിയ ആണ്. സോ ഇനി നിങ്ങൾ നോക്കിക്കേ, അപ്പം ഇവിടെ തന്നിട്ടുള്ളത് 56 ഗ്രാം നൈട്രജനും 12 ഗ്രാം ഹൈഡ്രജനും എന്നാണ്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടുത്തെ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ മാസ് ഓഫ് ആർ, അഭികാരകങ്ങളുടെ ആകെ മാസ് എത്രയാ? എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ റിയാക്റ്റൻസ് ആരാടാ? നൈട്രജനും ഹൈഡ്രജനും അല്ലേ. അപ്പൊ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും മാസ് കൂട്ടിയാൽ ഇവിടുത്തെ അഭികാരകങ്ങളുടെ ആകെ മാസ് കിട്ടും, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് കിട്ടും. ഇവിടെ 56 ഗ്രാം നൈട്രജനുമുണ്ട്, 12 ഗ്രാം ഹൈഡ്രജനുമുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 68 ഗ്രാം എന്ന് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്താ പഠിച്ചത്? മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ് എന്നാണ് അല്ലെ. എത്ര അഭികാരങ്ങളുണ്ടോ അത്രയും ഉൽപ്പന്നം ഉണ്ടാവും. അപ്പൊ 68 ഗ്രാം റിയാക്റ്റൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് എത്ര തന്നെയാ? 68 ഗ്രാം പ്രോഡക്റ്റ് ആയിരിക്കും. ശരിയല്ലേ? റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെയും മാസ് ഈക്വൽ ആണ്, തുല്യമാണ്. 68 ഗ്രാം ഇവിടെ റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രോഡക്റ്റും 68 ഗ്രാം ആയിരിക്കും. അതായത് ഇവിടെ 68 ഗ്രാം അമോണിയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വെച്ച മാസ് സംരക്ഷണ നിയമം വെച്ച് ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഓർക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് അല്ലെ. അഭികാരങ്ങളുടെ ആകെ മാസം ഉൽപ്പന്നങ്ങളുടെ ആകെ മാസം തുല്യമായിരിക്കും. ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. സെറ്റ് അല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ ഇത് നമ്മൾ വിലയിരുത്തണം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണമെങ്കിൽ ചില ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ചോദ്യപേപ്പറിൽ നമുക്ക് ഹിന്റ് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല അല്ലെ. സിലബസ് മാറിയതിന് ശേഷമുള്ള എക്സാം ആണ്. അപ്പം ഇതുവരെ ഹിന്റ് ആയിട്ട് തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി ഹിന്റായിട്ട് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല അല്ലെ. അപ്പം നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടതെന്നറിയോ മക്കളെ? നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ ഇവരുടെയൊക്കെ ജനറലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ്. ഇനി നമ്മുടെ ക്ലോറിൻ, ഫ്ലൂറിൻ ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മക്കളെ ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതായത് ജനറലി കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവർ ഒരു ഇലക്ട്രോണിനെ മേടിക്കുന്നവരാണ്. ഇനി ഓക്സിജൻ എടുത്താൽ എപ്പോഴും -2 ആണ്. ഓക്സിജൻ എപ്പോഴും 2 ഇലക്ട്രോണിനെ മേടിക്കുക ചെയ്യുക. ഇനി മക്കളെ നമ്മുടെ മഗ്നീഷ്യം, കാൽഷ്യം ഇവരൊക്കെ എടുത്താൽ എപ്പോഴും +2 ആണ്. അതായത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ്. ഇത്രയും ആൾക്കാരെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കുക. ഹിന്റ് തന്നാൽ നമുക്കത് എഴുതാം, ഹിന്റ് തന്നില്ല എങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലെ. കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് മിസ് പറഞ്ഞു തന്നത്? കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എത്രയാ? ഞാൻ ഹിന്റിൽ തന്നിട്ടുണ്ട്, എത്രയാ? +2 ആയിരിക്കും അല്ലെ. ഇനി ഓക്സിജൻ, ഒരു ഓക്സിജന്റെ ഇത് -2 ആണ് എന്ന് നമുക്കറിയാം. ചോദ്യത്തിൽ എത്ര ഓക്സിജൻ ഉണ്ട്? എത്ര ഓക്സിജനാണ് ഉള്ളത്? 3 എണ്ണം ഉണ്ട്. ഒരു ഓക്സിജന് 2 രൂപ, 3 ഓക്സിജൻ എത്ര രൂപ? 6 രൂപ. ഒരു ഓക്സിജന്റെ -2, 3 ഓക്സിജന്റെ എത്രയാ? -6 എന്ന് പറയാം അല്ലെ. ഇനി കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്താൽ കാൽഷ്യം, കാർബൺ, ഓക്സിജൻ ഇവരുടെ 3 പേരുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം അല്ലെ. അപ്പൊ കാൽഷ്യം +2 ആണ്, ടോട്ടൽ ഓക്സിജന്റെ ഇത് -6 ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ എത്രയാ വരിക? എത്ര വരണം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എനിക്ക് അറിയില്ല, ഞാൻ അപ്പോൾ X എന്ന് എടുത്തു അല്ലെ. അപ്പോൾ +2 +X -6 ഇത് 3 കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. ഈ +2 -6 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ X - 4 = 0. ഇനി Xന്റെ വാല്യൂ +4 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാണ്ട് തന്നെ ഈസി ആയിട്ട് മിസ് പറഞ്ഞ പോലെ ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ 0 കിട്ടണം. അപ്പോൾ ഓക്സിജൻ -6 ആണ്, കാൽഷ്യം +2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും കാർബണിൻ്റേത് +4 ആയിരിക്കും, കാരണം എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണ്ടേ. ഓക്കെ, ഇനി HCl ക്ലോറിൻ എത്രയാന്നാ പറഞ്ഞത്? -1. ഹൈഡ്രജൻ എത്രയാന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്? +1 ആണ്. +1ഉം -1ഉം കൂട്ടിയാൽ നമുക്ക് 0 കിട്ടൂലേ. സെറ്റ്. ഇനി കാൽഷ്യം ക്ലോറൈഡ് ആണ്. കാൽഷ്യം എപ്പോഴും +2 ആണ്, ക്ലോറിൻ എപ്പോഴും
-1 ആണ്. ഇവിടെ സംശയം വരണ്ട, മിസ്സേ +2ഉം -1ഉം കൂട്ടിയാൽ 0 കിട്ടില്ലല്ലോ. ഇവിടെ ആക്ച്വലി -1 ഉള്ളൂ. ഒരു ക്ലോറിൻ്റെതാണ് -1, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ -1 × 2 ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ -2 ആണ് കിട്ടുക. അപ്പം -2ഉം +2ഉം കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. ഇനി H2O ആണ്, ഓക്സിജൻ -2, ഹൈഡ്രജൻ +1 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മക്കളെ നോക്കിക്കോ, നമ്മുടെ ഓക്സിജൻ -2 ആണ് വരേണ്ടത്. 2 ഓക്സിജൻ ഉണ്ട്, സോ ഞാൻ -4 എന്ന് കൊടുക്കുന്നു. ഓക്സിജൻ്റെ ഇത് -4 ആണെങ്കിൽ കാർബൺ ഇവിടെ +4 ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് നോക്കണം അല്ലേ. റിഡോക്സ് റിയാക്ഷൻ ആവണമെങ്കിൽ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ച് നടക്കണം. എന്നാലാണ് ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പം നമുക്കിനി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? റിയാക്ഷന് മുമ്പ് +2 ആയിരുന്നു, റിയാക്ഷന് ശേഷവും +2 തന്നെ. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇനി കാർബൺ ആദ്യം +4 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും +4 തന്നെയാണ്, ഒരു ചേഞ്ചും കാർബണിന് വന്നിട്ടില്ല. ഇനി ഓക്സിജൻ മക്കളെ, ഇവിടെ ഇപ്പം മിസ് എഴുതിയിരിക്കുന്നത് ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ആ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ മാറ്റിയിട്ട് ഞാൻ ഒരു ഓക്സിജൻ്റെ എഴുതുകയാണേ. ഒരു ഓക്സിജൻ്റെ എഴുതുക -2 ആണ്, ഇവിടെയും -2 ആണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, ആദ്യം നമ്മുടെ ഓക്സിജൻ -2 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും -2 തന്നെയാണ് അല്ലേ. ക്ലോറിൻ ആദ്യം -1 ആണ്, റിയാക്ഷൻ കഴിയുമ്പോഴും -1 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിന് ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്നും നമ്മൾ പറയും. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ആരുടെ ഓക്സിഡേഷൻ നമ്പറിനും ഒരു ചേഞ്ചും വന്നിട്ടില്ല. ശരിയല്ലേ? ഒരു ചേഞ്ചും വന്നിട്ടില്ല എങ്കിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല അല്ലേ. ഓക്സിഡേഷൻ നടന്നിട്ടില്ല, റിഡക്ഷനും നടന്നിട്ടില്ല. ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടില്ല എങ്കിൽ ഇതൊരു റിഡോക്സ് ആണോ? അല്ല. അപ്പം നമുക്ക് പറയാം നോ അല്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ മക്കളെ, ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് കേട്ടോ. 4 മാർക്കിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. 1 മാർക്ക് പോലും എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സോ ഇതേപോലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ, നാളത്തെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഇന്നെത്തുന്നുണ്ട്. വൈകിട്ട് കൃത്യം 7 മണിക്കാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് കെമിസ്ട്രിക്ക് മാത്രമല്ല ഫിസിക്സിനും ഫുൾ മാർക്ക് മേടിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? ആർ യു റെഡി? സോ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ യെസ് ഐ ആം റെഡി, ഐ ആം റെഡി, ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം മിസ്സിന് വേണ്ടി ഒരു പിങ്ക് ഹാർട്ടും ഇടാൻ റെഡി ആയിട്ടിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം. ബൈ.